അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിരില്ലല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَمِنَ النَّاسِ مَن يَقُولُ آمَنَّا بِاللَّهِ وَبِالْيَوْمِ الْآخِرِ وَمَا هُمْ بِمُؤْمِنِينَ. رَبِّ اشْرَحْ لِي صَدْرِي وَيَسِّرْ لِي أَمْرِي. സ്നേഹാദരണീയരായ വിശ്വാസിനി സഹോദരങ്ങളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഇഷ്ടപ്പെടുകയും ഒരു വിശ്വാസിക്ക് സ്വപ്നം കാണാൻ പോലും സാധിക്കാത്തത്ര അനുഗ്രഹങ്ങളെ കൊണ്ട്, പാപമോചനം കൊണ്ട് അല്ലാഹു ധന്യമാക്കുകയും ചെയ്ത പരിശുദ്ധ റമദാൻ മാസത്തിലൂടെയാണ് നമ്മളെല്ലാവരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരുടെ ഹൃദയത്തിലും അടിഞ്ഞുകൂടിയിട്ടുള്ള പാപക്കറകളും തിന്മകളും മായ്ച്ചു കളഞ്ഞ് ഒരു നല്ല വിശ്വാസിയാവാനും അതുവഴി നല്ല മരണം ലഭിക്കാനും സാധിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെയും മുഅ്മിനീങ്ങളുടെയും കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളെ നാടും നഗരങ്ങളും വല്ലാതെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് അമ്പരപ്പോടുകൂടി ചിന്തിച്ചിരുന്ന പല കാര്യങ്ങളും ശാസ്ത്ര പുരോഗതിയും അതിന്റെ ഗുണഭോക്താക്കളായി ഉപയോഗപ്പെടുത്തുന്നവരായി അതാസ്വദിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് നമ്മുടെ കൺമുൻപിലുള്ള കാലഘട്ടം. ഇങ്ങനെയൊക്കെ മനുഷ്യർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമോ? ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുമോ എന്ന് ചിന്തിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് ആ ശാസ്ത്ര പുരോഗതിയും കണ്ടുപിടുത്തങ്ങളും എത്രമാത്രം ഉപയോഗപ്പെടുത്താനും ഉപകാരപ്പെടുത്താനും സാധിക്കുമോ അതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, 10-30 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ നിന്നും പ്രവാസ ലോകത്തേക്ക് പുറപ്പെടുന്ന ഒരു ചെറുപ്പക്കാരന്റെ ഏറ്റവും വലിയ സങ്കടം, നാട്ടിലുള്ള ഒരു വിവരം അങ്ങ് പ്രവാസ ലോകത്തറിയണമെങ്കിൽ ചുരുങ്ങിയത് 20 ദിവസത്തിലധികം കാത്തു നിൽക്കുന്ന കത്ത് ഇടപാടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നാരോ പരസ്പരം സംസാരിച്ചു, ലോകത്തിന്റെ അമേരിക്കയുടെ ഏതോ ഭാഗത്ത് ആളുകളുടെ സംസാരം കേൾക്കാനുള്ളൊരു ടെലിഫോൺ കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് സ്വാഭാവികമായും ഇന്ത്യയിലെത്തും എന്ന പ്രതീക്ഷയിൽ നിന്ന് 4-5 വീടുകൾക്കപ്പുറത്തുള്ള ഒരു ലാൻഡ് ഫോണിലേക്ക് മക്കളുടെ വിളിയും കാത്ത് രാത്രി 9-10 മണിക്കും ആ കുടുംബത്തിന്റെ ഡൈനിങ് ഹാളിൽ ചെന്നിരുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അന്നാരോ വീണ്ടും പറഞ്ഞു, ഓരോരുത്തരും നിൽക്കുന്ന സ്ഥലത്ത് ഫോൺ വിളിക്കാനുള്ള സൗകര്യമുണ്ടാകും, ശബ്ദം കേൾക്കാൻ പറ്റും. ആ ചിന്തകളിൽ നിന്നും ഇന്ന് ഓരോരുത്തരും ജോലി കഴിഞ്ഞ് റൂമിലെത്തി തന്റെ തലയണയെ കെട്ടിപ്പിടിച്ച് കിടന്ന് നാട്ടിലെ ബെഡ്റൂമിൽ തലയണയിൽ മുഖമമർത്തി കിടക്കുന്ന പെണ്ണിനെ കണ്ട് സംസാരിക്കുന്ന ശാസ്ത്ര പുരോഗതിയുടെ വിപ്ലവ ലോകത്താണ് ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. മാസങ്ങളോളം ചെക്കിന് കാത്തിരുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറി ഒരു ചെക്ക് ബാങ്കുകാരെയൊക്കെ കൺവിൻസ് ചെയ്ത് 4-5 ദിവസം ടോക്കണുമായി ബാങ്കുകളിൽ കയറിയിരുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറി
തൊട്ടപ്പുറത്തിരിക്കുന്നവർക്ക് ലക്ഷക്കണക്കിന് രൂപ നിമിഷം നേരം കൊണ്ട് കൈമാറ്റം ചെയ്യപ്പെടാൻ പറ്റുന്ന പുരോഗതിയുടെ കാലഘട്ടം. പക്ഷെ ആ പുരോഗതികളൊന്നും മനുഷ്യന്റെ സ്വഭാവത്തെയും ജീവിതത്തെയും സ്വാധീനിക്കുന്നില്ലേ എന്ന് ചിന്തിക്കപ്പെടുന്ന കാലഘട്ടമാണ് ഈ പുരോഗതിയുടെ കാലഘട്ടം. ഒരു ഭാഗത്ത് മതം പറഞ്ഞു കൊടുക്കേണ്ട പുരോഹിതന്മാർ മതത്തെ വാണിജ്യവൽക്കരിക്കുകയും ഇല്ലാത്ത കെട്ടുകഥകളിലൂടെ മുസ്ലിം ഉമ്മത്തിനെ ഏറ്റവും വലിയ ശിർക്കിലേക്കും ഖുറാഫാത്തിലേക്കും അന്ധവിശ്വാസത്തിലേക്കും കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ടാണല്ലോ ആകാശത്തു കൂടെ പറന്നു പോകുന്ന ഫ്ലൈറ്റ് അങ്ങ് മടവൂര് പിടിച്ചിറക്കി കയറിപ്പോകുന്ന ഷെയ്ഖിന്റെ കറാമത്ത് കേൾക്കുമ്പം തക്ബീർ വിളിക്കുന്നത് മുസ്ലിമീങ്ങളാണ്. ചീറിപ്പാഞ്ഞു വരുന്ന തീവണ്ടി കൊയിലാണ്ടി കടപ്പുറത്ത് താങ്ങി നിർത്തി ഇനി ഫറോക്ക് വരെ സ്പീഡ് കുറച്ചിട്ടേ പോകാവൂ എന്ന ഷെയ്ഖിന്റെ കൽപ്പന കേട്ടപ്പോ പിന്നീട് ഒരിക്കൽ പോലും ഷെയ്ഖിന്റെ മക്ബറ ഉൾക്കൊള്ളുന്ന കൊയിലാണ്ടിയുടെയും ഫറോക്കിന്റെയും ഇടയിലെത്തുമ്പം തീവണ്ടി താനെ സ്പീഡ് കുറയും എന്ന് പറയുന്ന കറാമത്ത് കേൾക്കുമ്പം തക്ബീർ വിളിക്കുന്നത് മുസ്ലിമീങ്ങളാ. കല്യാണം കഴിഞ്ഞിട്ടും ഗർഭം ധരിക്കാത്ത പെണ്ണിന് ഷെയ്ഖ് കോഴിക്കാല് ബിരിയാണിയിൽ നിന്നും കടിച്ചെടുത്ത് പറച്ചു കൊടുത്തപ്പോഴേക്കും പെണ്ണിന് 9 മാസം ഗർഭിണിയായി എന്നത് മുതൽ എല്ലാ റമദാനിലും ഒരു രാത്രി ഹിളർ നബിയോടും ജിബ്രീലിനോടും കൂടെ ആ ഷെയ്ഖ് വന്ന് ചിറ്റടിമീത്തിലെ പറമ്പിൽ നിന്ന് കഞ്ഞി കുടിച്ചു പോകാറുണ്ട് എന്ന് പറയുമാറ് അന്ധവിശ്വാസങ്ങളും കെട്ടുകഥകളുമായി മതത്തെ വാണിജ്യവൽക്കരിക്കപ്പെടുന്ന പുരോഹിതന്മാർ ഒരു ഭാഗത്ത്. ഇത് കേവലം യാന്ത്രികമായി മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതല്ല. അതുകൊണ്ടാണ് മലപ്പുറം ജില്ലയിൽ ഒരു പെണ്ണ് തന്റെ ഭർത്താവ് മരണപ്പെട്ടപ്പം 3 മാസം ആ മയ്യത്ത് ചാക്കിൽ പൊതിഞ്ഞ് വീട്ടിന്റെ അകത്ത് സൂക്ഷിച്ചു. അഴുകിയ ജനം പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോ ആ പെണ്ണ് കരച്ചിലോടെ പറഞ്ഞ വാക്ക്, എന്റെ ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട്, ഷെയ്ഖിന്റെ മുരീദിന്റെ ആയുസ് തിരിച്ചു കൊടുക്കാൻ ഷെയ്ഖിന് സാധിക്കും എന്ന വിശ്വാസം യൂറോപ്പിലല്ല, കേരളത്തിന്റെ മണ്ണിലാണ്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് കണ്ണൂർ ജില്ലയിൽ 13 വയസ്സുള്ള പെൺകുട്ടിക്ക് അപസ്മാരവും ചുഴലിയും പനിയും ഒരുമിച്ചു വന്നപ്പോ വേദന കൊണ്ട് പൊളയുന്ന പെൺകുട്ടി പലപ്പോഴും ഉപ്പാനോട് പറഞ്ഞു, ഉപ്പ അങ്ങളിന്നൊന്ന് ഡോക്ടറെ കാണിക്കി. കുടുംബത്തിലെ പലരും പറഞ്ഞു, നിങ്ങളൊന്ന് ഡോക്ടറെ കാണിക്കി. പക്ഷെ പെൺകുട്ടിയുടെ കൈപിടിച്ച് പള്ളിയിലേക്ക് ചെന്ന് പള്ളിയിലെ ഉസ്താദിനെ കൊണ്ട് മന്ത്രിച്ചൂതി കെട്ടിയ ചരടുമായി മക്കളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന് പിറ്റേന്ന് നേരം വെളുത്തപ്പം വാപ്പാന്റെ മടിയിൽ കിടന്ന് ആ 13 വയസ്സുകാരി വേദന താങ്ങാനാവാതെ വായിലെ നിറയും പതയും വരുന്നു മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഈ കേരളക്കരയില. ഒരു ഭാഗത്തും മതം ആളുകൾക്ക് വാണിജ്യമായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ടാ ഒരുപാട് മജ്‌ലിസുകൾ കേരളത്തിന്റെ യൂട്യൂബുകളിൽ വന്നു. മജ്‌ലിസുകളിലൂടെ ദർശനം കൊടുക്കുന്ന ഉസ്താദുമാര് വ്യാഖ്യാനിച്ചു തുടങ്ങി, തന്റെ യൂട്യൂബിന്റെ താഴെയോ ടിവിന്റെ താഴെയോ ഒരു കിണ്ണത്തിൽ വെള്ളം വെച്ചാൽ അങ്ങിരുന്ന് ഊതുന്ന ഉസ്താദിന്റെ ബർക്കത്ത് ടിവിക്ക് താഴെയുള്ള കിണ്ണത്തിലെ വെള്ളത്തിന് കിട്ടുമെന്നത്ര വിശ്വാസത്തിലേക്ക്, അധപ്പതനത്തിലേക്ക് കേരളീയ മുസ്ലിം സമൂഹത്തെ കൊണ്ടെത്തിക്കാൻ ചില പുരോഹിതന്മാർക്ക് പറ്റിയിട്ടുണ്ട്. ഇതൊരു ഭാഗത്താണെങ്കിൽ മറുഭാഗത്തോ വലിയ സാംസ്കാരിക ജീർണതയിലേക്ക് നമ്മളെ നാട് കൂപ്പുകുത്താൻ തുടങ്ങി. അതുകൊണ്ടാണല്ലോ ആമാശയ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന ഉമ്മയുടെ തല വെട്ടുകത്തി കൊണ്ട് വെട്ടിമാറ്റി അറസ്റ്റ് ചെയ്ത പോലീസുകാരോടും റിപ്പോർട്ട് ചെയ്യാൻ വന്ന പത്രക്കാരോടും ഫ്ലൈങ് കിസ് കൊടുത്തിട്ട് ഒരു 19 വയസ്സുകാരൻ പറഞ്ഞത്, എന്നെ ജനിപ്പിച്ചതിന്റെ കൂലി ഞാൻ എന്റെ ഉമ്മാക്ക് കൊടുത്തു എന്ന. കേരളത്തിലെ സെൻസേഷൻ ന്യൂസുകൾ ചർച്ച ചെയ്യുന്ന മീഡിയകൾ ആ വാർത്തകൾ വായിച്ചു തീരുന്നതിന്റെ മുൻപേ വീണ്ടും കേരളക്കര കേട്ടു ഗ്യാസും കുറ്റി കൊണ്ട് ബാപ്പാന്റെ തല തല്ലിപ്പൊളിച്ച ഒരു 20 വയസ്സുകാരന്റെ കഥ. ആളുകൾ അമ്പരന്ന് മുക്കത്ത് വിരൽ വെക്കുമ്പോഴേക്കും വീണ്ടും കേട്ടു 16 വയസ്സുള്ള ഒരു പെൺകുട്ടി ഗർഭിണി. അധ്യാപകരും രക്ഷിതാക്കളും കുടുംബവും ഒരുമിച്ചത് ആരെന്നറിയാൻ വേണ്ടി പരിശോധന നടത്തിയപ്പോ പുറത്ത് പറയാൻ പറ്റാത്ത കുറ്റവാളിയെ കണ്ടെത്തിയത് അതേ 16 വയസ്സുകാരിയുടെ അനിയൻ 13 വയസ്സുകാരനായിരുന്നു ആ പെൺകുട്ടിയുടെ ഗർഭത്തിന്റെ ഉത്തരവാദി എന്നുള്ളതായിരുന്നു. വാർത്തകൾ ഓരോന്നും അമ്പരപ്പോടെ വായിച്ചു തീർക്കുന്നതിന്റെ തൊട്ടടുത്ത ദിവസം വന്നു. കുടുംബത്തിന്റെ ഭാരം ഏറ്റെടുക്കാൻ മടി കാണിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, 24 വയസ്സുള്ള ഒരു വെഞ്ഞാറമൂട്ടുകാരൻ അടിച്ചും വെട്ടിയും സ്വന്തം കുടുംബത്തിലെ 6 പേരെ നിഷ്കരുണം കൊന്നുകളഞ്ഞു. കണ്ണു നിറഞ്ഞ് വെപ്രാളത്തോടെ വായിച്ചു തീർക്കുന്നതിന്റെ പിറ്റേന്ന് നേരം വെളുത്തത് പോലും കേരളം മറ്റൊരു ജീർണതയിലൂടെയാ.
നിസ്സാരമായൊരു ട്യൂഷൻ സെന്ററിന്റെ ഫെയർവെല്ലിന്റെ പേരിൽ നിലച്ചുപോയ പാട്ടിനിന്റെ പേരിൽ കൂക്കുവിളി നടന്നപ്പോ പിന്നീട് കൊട്ടേഷൻ സംഘങ്ങളെപ്പോലും നാണിപ്പിക്കുന്ന രീതിയിൽ നഞ്ചക്കുമായി കയറിച്ചെന്ന് ഒരു പാവപ്പെട്ട കുടുംബത്തിലെ 16 വയസ്സുകാരനെ നഞ്ചക്കുകൊണ്ട് തലതല്ലിപ്പൊളിച്ച് അവസാനം കുടുംബത്തിന്റെ സ്വൈര്യവും സമാധാനവും നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവണതയിലേക്ക്, ഭീകര ജീർണതയിലേക്ക് നമ്മളെ നാടെത്തുന്നുണ്ടെങ്കിൽ എങ്ങോട്ടാ മനുഷ്യരെ ഈ സമൂഹത്തിന്റെ പോക്ക്? മതപ്രഭാഷണത്തിന്റെ കുറവാണോ? വയലുകൾ മലയാളത്തിൽ അവതരിപ്പിക്കാത്തത് കൊണ്ടാണോ? കേരളത്തിലെ മുഖ്യധാര മുഴുവൻ മീഡിയകളും അല്ലെങ്കിൽ യൂട്യൂബുകളും മലയാളത്തിൽ ഖുതുബയും പ്രസംഗങ്ങളും കേൾപ്പിക്കാത്തത് കൊണ്ടാണോ? ഇവിടെയാണ് ലോകത്തിന്റെ സൃഷ്ടാവ് ഓർമ്മപ്പെടുത്തുന്ന ഒരു വാക്ക്, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ലോകത്ത് മറ്റൊരു സൃഷ്ടിക്കും അല്ലാഹു കൊടുക്കാത്ത ഏറ്റവും മനോഹരമായ ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ അല്ലാഹു നൽകുന്നത്. അതുകൊണ്ട് 5000 വർഷങ്ങൾക്ക് മുൻപ് കാക്ക കൂട് കെട്ടിയത് ചുള്ളിക്കമ്പുകളെ കൊണ്ട് മരത്തിന്റെ മേലെ തന്നെയാ. ഇന്നും ഒരു കാക്ക കൂട് കെട്ടുന്നത് ചുള്ളിക്കമ്പുകളെ കൊണ്ട് മരത്തിന്റെ മേലെ തന്നെയാ. പക്ഷെ 5000 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന മനുഷ്യനിൽ നിന്ന് പിന്നീട് ഗുഹാവാസിയായി, പിന്നീട് ഓലപ്പരയിലെത്തി, പിന്നീട് ഓടിട്ട വീട്ടിലെത്തി, പിന്നീട് ടെറസിട്ട വീട്ടിലെത്തി, ഇപ്പോൾ അമ്പരചുംബികളായ കെട്ടിടത്തിന്റെ ഉള്ളിൽ നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ വലഖദ് കറംനാ ബനി ആദം, ആദമിന്റെ മക്കളെ അള്ളാഹു ആദരിച്ചതുകൊണ്ടാ. ലോകത്തൊരു സൃഷ്ടികൾക്കും അല്ലാഹു കൊടുക്കാത്ത ബഹുമാനം ആദമിന്റെ മക്കൾക്ക് റബ്ബ് കൊടുത്തതുകൊണ്ടാ. അതുകൊണ്ടാ റബ്ബ് പറയുന്നതും ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. എത്ര മനോഹരമായിട്ടാണ് മനുഷ്യരെ നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത്. സ്നേഹമറിയുന്ന, കാരുണ്യമറിയുന്ന, ബന്ധങ്ങളുടെ മഹത്വം അറിയുന്ന, മനുഷ്യന്റെ മനുഷ്യത്വത്തെ കുറിച്ച് കൃത്യമായി ബോധം കൊടുക്കുന്ന ഒരു കരളുമായി നിങ്ങളെ ഞാൻ പടച്ചിട്ടും സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. മനുഷ്യനത നിന്ദ്യരിൽ നിന്ദ്യനായി, നികൃഷ്ടരിൽ നികൃഷ്ടനായി മാറിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് അവൻ നിന്ദ്യരിൽ നിന്ദ്യനാകുന്നു, നികൃഷ്ടനാകുന്നു? അള്ളാഹു കൃത്യമായ ഉത്തരം കൊടുത്തു. അവന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ട വഴി അവൻ അവഗണിച്ചതിന്റെ പേരിൽ. അത് മാത്രമേയുള്ളൂ. എന്തുകൊണ്ടാ മനുഷ്യൻ ഇത്രമാത്രം അന്ധകാരത്തിലെത്തിയത്? മനുഷ്യന്റെ ജീവിതത്തിൽ സ്വാഭാവികമായും ദുനിയാവിനോടുള്ള വല്ലാത്ത ആർത്തി അല്ലേ? വിവാഹ സംബന്ധമായ അനാചാരങ്ങളും ഇല്ലാത്ത ആചാരങ്ങളും നടപ്പിൽ വരുത്തുമ്പോ അത് ഇസ്ലാമിന്റെ സുന്നത്തിനോട് ചേർക്കപ്പെട്ടതാണോ എന്ന് ഏതെങ്കിലും രക്ഷിതാക്കൾ ചിന്തിക്കാറുണ്ടോ? ഒരു കാലഘട്ടത്തിൽ സ്ത്രീധനം എന്ന മഹാവിപത്ത് കേരളക്കരയിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ബിസ്മി കല്യാണങ്ങളിലൂടെ കെട്ടുകെട്ടിച്ചപ്പോ ഇന്ന് കേരളക്കര അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു വിവാഹ ജീർണത, വിവാഹം കണ്ടുപോരുമ്പോഴേക്കും ഗോപുരങ്ങളായ മിഠായിപ്പെട്ടികളുമായി കുടുംബത്തിലെ താത്തമാരും കാക്കമാരും വീട്ടുകയറി ഇറങ്ങാൻ തുടങ്ങി. 50,000 മുതൽ 1,00,000 മുട്ടായികൾ വരെ. അവിടെയും തീരാത്ത ബ്രൈറ്റ് ടു ബി. വിവാഹത്തിന്റെ മുൻപേ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി ബീച്ചിൽ നിന്നും ആണും പെണ്ണും കോപ്രായങ്ങൾ, സേവ് ദി ഡേറ്റ്, മഞ്ഞ കല്യാണം, പച്ച കല്യാണം, മൈലാഞ്ചി കല്യാണം, വെറ്റില കല്യാണം, ഗാനമേള ട്രൂപ്പ്. ഇതൊക്കെ എന്തിന്റെ പേരിലാ? ഒരൊറ്റ ലക്ഷ്യമേയുള്ളൂ, സ്റ്റാറ്റസ് വരണം. ഇതല്ലാത്ത എന്തെങ്കിലും ഒരു നേട്ടം അതുകൊണ്ട് ഈ മുസ്ലിം ഉമ്മത്തിന് ഉണ്ടായിട്ടുണ്ടോ? കുടുംബങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ആസ്വദിക്കുന്ന ഒരു ലോകത്തേക്ക് നമ്മൾ താനെ മാറാൻ തുടങ്ങി. അതുകൊണ്ടാ വീട്ടിലെ ഭക്ഷണം മക്കൾക്ക് മതിയാവുന്നില്ല. പണ്ട് കാലത്ത് വല്യപ്പമാരും വല്യമ്മമാരും വയലുകളിൽ പണിയെടുത്ത് കിട്ടുന്ന തവിടിൽ പഞ്ചസാര ഇട്ടുന്ന കാലഘട്ടത്തിന്റെ പോരിശ മനസ്സിലോർക്കുമ്പോ ആ ഭക്ഷണങ്ങളിൽ നിന്ന് ഇന്ന് അള്ളാഹ് അനുഗ്രഹിച്ച 100 കണക്കിന് ഭക്ഷണങ്ങൾ ഉണ്ടെങ്കിലും പോരാ നമ്മളെ ഉമ്മത്തിന്. രാത്രി പകലാക്കുന്ന തെരുവോരങ്ങളിൽ കയറി ചെന്ന് ബാറ്ററി വെള്ളത്തിൽ മുക്കിയെടുക്കപ്പെട്ട മാങ്ങയും അതല്ലെങ്കിൽ കൈതച്ചക്കയും തിന്ന് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഹക്കും ബാത്തിലും നോക്കാത്ത ആമാശയ രോഗികളായി ക്യാൻസർ പടർന്നുപിടിക്കുമ്പോ ഉറപ്പ ഒരു പേര് നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. അള്ളാഹ് നിശ്ചയിച്ച വഴിയിൽ നിന്നും നമ്മൾ എപ്പോഴോ മാറി നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ദുനിയാവിനോട് വല്ലാത്ത ആർത്തി വന്നു പോകുന്നുണ്ട്. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതുപോലെ പെരുമയാ മനുഷ്യന്. ആരെ കൊന്നിട്ടാണെങ്കിലും പണം ഉണ്ടാക്കണം. മൈ ബോഡി മൈ ചോയ്സ്, എന്റെ പണം എന്റെ ആസ്വാദനം. ആ ഒരു ചിന്തയിലേക്ക് മനുഷ്യനെത്തുമ്പോ സ്വാഭാവികമായും അവൻ വിട്ടുകളയുന്ന ഒരു വഴിയുണ്ട്. അത് റബ്ബിന്റെ വഴിയാ. നമ്മളൊക്കെ പറയാറില്ലേ, ഒരു നല്ല വാഷിംഗ് മെഷീൻ വാങ്ങണമെന്ന് വിചാരിച്ച് ഈ കൊയിലാണ്ടിയിലെ ഏറ്റവും നല്ല ഇലക്ട്രോണിക് സ്ഥാപനത്തിൽ ചെന്ന്
അത് സെലക്ട് ചെയ്യുമ്പം കൂടെയുള്ള ഭാര്യയും നമ്മളും ചോദിക്കും, ഇതെങ്ങനെയാ വർക്ക് ചെയ്യേണ്ടത്? കൃത്യമായിട്ട് അവർ പറഞ്ഞു തരും. ഇതിൽ ഇത്ര വെള്ളമേ പറ്റൂ, അത് കോട്ടൺ ആണെങ്കിൽ; ഇത്ര വെള്ളമേ പറ്റൂ, അത് പോളിസ്റ്റർ ആണെങ്കിൽ; ഇത്ര ലിക്വിഡേ പറ്റൂ, ഇത്ര മണിക്കൂറേ തിരിയാവൂ, ഇത്രയേ തിരിക്കാവൂ. നമ്മളത് പാലിക്കും. കാരണം 35,000 മേലെ കൊടുത്ത വാഷിംഗ് മെഷീൻ നമുക്ക് നഷ്ടപ്പെടുന്നത് ചിന്തിക്കാൻ വയ്യ. ശരി, എങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബ് ഒരു പിതാവിന്റെ ജനിക്കപ്പെടുന്ന ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന്, കോടാനുകോടി ബീജത്തിൽ നിന്ന്, മാതാവിന്റെ ഗർഭാശയത്തിന്റെ ഭിത്തിയിലുള്ള അണ്ടത്തോട് കൂട്ടിയോജിപ്പിച്ച് ലോകത്തൊരു മനുഷ്യനും പുനർസൃഷ്ടിക്കാൻ പറ്റാത്ത ഈ മനുഷ്യ ജീവിതത്തെയും ആത്മാവിനെയും സംവിധാനിച്ച റബ്ബ് പറയുന്ന ഒരു വാക്കുണ്ട്: മിൻ അയ്യു ഷൈഇൻ ഖലഖഹു മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ സുമ്മ സബീല യസ്സറ സുമ്മ അമാതഹു ഫഅക്ബറ സുമ്മ ഇദാ ശാഅ അൻശറ. മനുഷ്യരെ, നിങ്ങളെ ഞാൻ പടച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വഴിയും കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതം എങ്ങനെ ഉപയോഗിക്കണമെന്ന്, ഏത് രീതിയിൽ അത് ചിട്ടപ്പെടുത്തണമെന്ന്. അതുകൊണ്ട് ആ റബ്ബ് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതും ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. തീർച്ചയായും എന്റെ അരികിൽ നിന്നും നിശ്ചയിക്കപ്പെട്ട വഴി നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരികയില്ല, നിങ്ങൾക്കൊരിക്കലും ഭയപ്പാടോടുകൂടി ജീവിക്കേണ്ടി വരികയും ചെയ്യുന്നില്ല. അതിനെന്ത് ചെയ്യണം? റബ്ബ് തന്ന മാർഗത്തെ ജീവിതത്തോട് ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കണം. ആ മാർഗത്തെ ചേർത്ത് നിർത്തുന്നതോടൊപ്പം തന്റെ കുടുംബത്തെ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി പണിയെടുക്കണം. ഇന്ന് നമുക്കൊക്കെ സംഭവിക്കുന്ന ഒരു വലിയ അബദ്ധവാദ, ദുനിയാവിന് വല്ലാത്ത പ്രാധാന്യം കൊടുക്കുന്ന ഒരു മനസ്സ്. ഈ ലോകത്ത് നമ്മൾ എത്രയേറെ സമ്പാദിച്ചാലും, എന്തൊക്കെ വെട്ടിപ്പിടിച്ചാലും, എത്രയൊക്കെ അധികാരങ്ങൾ നമുക്കുണ്ടെങ്കിലും, നാളെ റബ്ബിന്റെ മുൻപിലേക്കുള്ള യാത്ര ഈ ലോകത്തുള്ള ഒരു പണമോ അധികാരമോ നമ്മളെ ആഗ്രഹങ്ങളോ അള്ളാഹുവിനെ കൊണ്ട് തിരുത്തിക്കുന്നില്ല. അങ്ങനെ തിരുത്തിക്കുമായിരുന്നെങ്കിൽ ഇക്കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടൊരു മരണവാർത്ത നമ്മൾ കേൾക്കേണ്ടി വരില്ലായിരുന്നു. 5 വർഷങ്ങൾക്കപ്പുറം പ്രവാസിയായി വാപ്പാന്റെ പേരിലുള്ള കടബാധ്യതകൾ 3% വീട്ടി നാട്ടിലൊരു തറയിട്ട ചെറുപ്പക്കാരൻ കരിപ്പൂരിലേക്ക് വിമാനം കയറുമ്പോ ആ മകനെ കൂട്ടാൻ ചെല്ലുന്നത് വൃദ്ധരായ മാതാപിതാക്കളും 5 വർഷത്തെ വിരഹം പേറിയ ഒരു പെണ്ണും 2 പൈതലു മക്കളുമാ. കരിപ്പൂര് വിമാനത്താവളത്തിലേക്ക് വിമാനമിറങ്ങിയപ്പോ തൊട്ടടുത്ത് നിൽക്കുന്ന ചെറുപ്പക്കാരനോട് നമ്മൾ കരിപ്പൂരെത്തില്ലേ എന്ന ആഹ്ലാദത്തോടെ ചോദിച്ച ആ ചെറുപ്പക്കാരൻ സീറ്റിലേക്ക് ചാരിക്കടന്നു. മണിക്കൂറുകൾക്കുള്ളിൽ ആ വിമാനത്തിലെ 148 യാത്രക്കാരും പുറത്തേക്കിറങ്ങി. ഈ ചെറുപ്പക്കാരന്റെ സീറ്റിൽ അവൻ ചാരിക്കടക്കുന്നു. പിന്നീട് പുറമെയുള്ള കുടുംബം അറിയുന്നത് അവർക്ക് മുൻപിലൂടെ ഒരു ആംബുലൻസ് ചീറിപ്പായുന്നതാ. നിമിഷങ്ങൾക്കുള്ളിൽ ഉദ്യോഗസ്ഥന്മാര് കുടുംബത്തെയും കൂട്ടി കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിയിലെത്തി. താലൂക്ക് ആശുപത്രിയുടെ ഐസിയുവിന്റെ മുൻപിൽ ഒരു സ്ട്രക്ചറിൽ ഒരായുസ് കൊണ്ട് കുടുംബത്തിന്റെ ഭാരം തലയിലേറ്റാൻ വേണ്ടി വെപ്രാളപ്പെട്ട് പുറപ്പെട്ട മകന്റെ മയ്യത്ത് കണ്ട് ആ വാപ്പ കരഞ്ഞ കരച്ചിൽ ഇന്നും ആ നാട്ടുകാരും ബന്ധുക്കളും പറയുന്നുണ്ട്. ആ മയ്യത്ത് കെട്ടിപ്പിടിച്ച് വാപ്പ ചോദിച്ച ഒരു ചോദ്യം എങ്ങനെയായിരുന്നു: പടച്ചോനെ, എന്തിനാ എന്റെ മോനെ കൊണ്ടുപോയത്? എനക്ക് ഇന്നെ കൊണ്ടുപോയാ പോരായിരുന്നോ? ഞാനല്ലേ പടച്ചോനെ വയസ്സൻ? ഇന്നെ കൊണ്ടല്ലേ റബ്ബെ ഒരു ഗുണമില്ലാത്ത? എന്തിനാ പടച്ചോനെ എങ്ങിന്റെ പേരക്കുട്ടികളെ എത്തിമാക്കിയത്? എന്തിനാ സാധു കുട്ടീനെങ്ങി വിധവയാക്കിയത്? എന്തിനാ പടച്ചോനെ ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊരു വാപ്പ ചോദിക്കുന്നുണ്ടെങ്കിൽ, എന്ത് സ്വപ്നം മനസ്സിലുണ്ടെങ്കിലും ഏതോ ഒരു നിമിഷം അള്ളാഹു നമ്മളെ അങ്ങ് കൊണ്ടുപോകും. അതിനർത്ഥം ഈ ദുനിയാവ് നശ്വരമാണ്. ദുനിയാവിന് അന്ന് ഒരു വിലയും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ആ മദീന പള്ളിയിൽ നിന്ന് ഒരു സുബഹി നിസ്കരിച്ച് പുറത്തേക്കിറങ്ങുമ്പോ പള്ളിയുടെ മുൻപിലുള്ള ഒരു ഈത്തപ്പനയുടെ ചുവട്ടിൽ ഒരു ആട്ടിൻകുട്ടി ചത്തു കിടക്കുന്നത് അള്ളാന്റെ ഹബീബ് കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആട്ടിൻകുട്ടിന്റെ അരികിൽ ചെന്ന് പിന്നീട് സഹാബത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു: സഹാബത്തെ, നിങ്ങൾക്കിത് 2 ദീനാറിന് ഞാൻ വിൽക്കാം. സഹാബത്ത് പുച്ഛത്തോടെ പറഞ്ഞു: റസൂലെ, ആർക്കും വേണ്ട. റസൂലുള്ള വീണ്ടും തിരിച്ചു പറഞ്ഞു: എങ്കിൽ ശരി, വെറുതെ കൊണ്ടുപോയിക്കോളൂ. സഹാബാക്കൾ പരിഹാസത്തോടെ പറഞ്ഞു: നബിയെ, ഈ ചത്ത ആട്ടിൻകുട്ടീനെയാണോ നിങ്ങൾ വെറുതെ തരാന്ന് പറയുന്നത്? അങ്ങനെ തന്നാലും ഞങ്ങൾക്ക് വേണ്ട നബിയെ, കാരണം അത് ചത്തതും പുഴുവളയ്ക്കുന്നതുമാ. മാത്രമല്ല നബി, അതിന്റെ ചെവി നിങ്ങൾ കണ്ടോ? ചെന്നായയുടെ ചെവിയാ. അറബികൾക്കൊരു വിശ്വാസമുണ്ട്, ആടുകളെ മേയ്ക്കാൻ വിട്ടാൽ ഏതോ ചെന്നായ ഇണചേരും. ആ ചെന്നായയിൽ ഉണ്ടാകുന്ന ആട്ടിൻകുട്ടീന്റെ ചെവി ഇങ്ങനെ നായന്റെ മാതിരി കൂർത്തു നിൽക്കും. അത് കാണുമ്പോഴേക്കും ചില ആളുകൾ അതിനെ തച്ചു കൊന്നു കളയും. അങ്ങനെ ആരോ കൊന്നിട്ടൊരു ആട്ടിൻകുട്ടിയെയാണോ നബിയെ നിങ്ങൾ ഞങ്ങൾക്ക് തരുന്നത്?
സഹാബാക്കള് പരിഹാസത്തോടെ നിൽക്കുമ്പോ ആ ചത്ത ആട്ടിൻകുട്ടിയുടെ നേരെ ചുണ്ടി അള്ളാന്റെ ഹബീബ് പറഞ്ഞൊരു വാക്കുണ്ട്, സഹാബത്തെ, ഈ ചത്തു പുഴുവളയ്ക്കുന്ന ആട്ടിൻകുട്ടിയുടെ വില പോലും അള്ള ദുനിയാവിന് കൊടുത്തിട്ടില്ല. അള്ള ദുനിയാവിന് കൊടുത്തിട്ടില്ല. ദുനിയാവ് എന്ന് പറഞ്ഞാൽ കൊയിലാണ്ടി അല്ല, കോഴിക്കോട് ജില്ലയല്ല, കേരളമല്ല, ഇന്ത്യ അല്ല. സൂര്യൻ ഉദിച്ചസ്തമിക്കുന്ന ഈ അണ്ടകടാഹത്തിന് ഈ ചത്തു പുഴുവളയ്ക്കുന്ന ആട്ടിൻകുട്ടിയുടെ വില പോലും പടച്ചോൻ കൊടുത്തിട്ടില്ല. അള്ള കൊടുത്തിരുന്നുവെങ്കിൽ, അള്ളാഹ്ക്ക് ദുനിയാവ് വലിയ വിലയുള്ളതായിരുന്നെങ്കിൽ, അള്ളാഹുവിന്റെ നിഷേധികൾക്ക് ഒരു തുള്ളി വെള്ളം പോലും പടച്ചോൻ കൊടുക്കൂലായിരുന്നു. അള്ളാഹിനെ വെല്ലുവിളിച്ചവനും അള്ള വെള്ളം കൊടുക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്നവർക്കും പടച്ചോൻ ദുനിയാവ് കൊടുക്കുന്നുണ്ടെങ്കിൽ, അള്ള അത്ര വിലയെ ദുനിയാവിന് ഇട്ടിട്ടുള്ളൂ. അത്ര ചെറുതാ ദുനിയാവ്. ആ ദുനിയാവിന്റെ പേരിൽ ഒരിക്കലും മനുഷ്യന് ആഖിറത്തിൽ അള്ളാഹുവിന്റെ മുൻപിൽ ആ വലുപ്പം കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അതുകൊണ്ടായിരുന്നു സ്വഹാബത്തിനൊക്കെ ദുനിയാവിൽ എന്തെങ്കിലും കിട്ടുമ്പോ അവർക്ക് എന്തോ ബേജാറാ. ഒന്ന് കിട്ടുമ്പം അടുത്തത് വീണ്ടും കിട്ടുമ്പം അവർക്ക് ആശങ്കയാ. ഏതു നിമിഷവും പടച്ചോൻ തിരിച്ചു വിളിക്കുന്നു, ഈ തന്നതൊക്കെ അള്ളാന്റെ അരികിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നുമുള്ള ആദി. അതുകൊണ്ടാണല്ലോ എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു ചരിത്രമുണ്ട്. വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് എഴുന്നേറ്റ് നടക്കുമ്പോ സിദ്ദീഖുൽ അക്ബറിനെയും ഉമർ ഇബ്നുൽ ഖത്താബിനെയും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു ദരിദ്രനായ സഹാബി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. ആ വീട്ടിലാകെയുള്ള കുറച്ച് കാരക്ക എടുത്ത് റസൂലുള്ളാഹിന്റെ മുൻപിൽ വെക്കുമ്പോ 3 ദിവസത്തിലധികം പട്ടിണി കിടന്ന അള്ളാന്റെ ഹബീബ് ഒരു കാരക്ക എടുത്ത് ചീന്തി ഒരു കഷണങ്ങനെ ആകാശത്തേക്ക് പിടിച്ച് കരയുന്നത് കണ്ടപ്പം സഹാബത്ത് ചോദിച്ചു, റസൂലേ, പട്ടിണി തന്ന റബ്ബിനോടുള്ള സങ്കടാണോ കരച്ചില്? തിരുദൂതൻ തിരിച്ചു പറഞ്ഞു, അല്ല സഹാബത്തെ, ഒരു കാരക്കയുടെ കഷണം, വല്ലാഹി സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, ഈ കാരക്കയുടെ കഷണത്തെ കുറിച്ചും അല്ലാഹു നാളെ ചോദിക്കുമെന്ന് ചിന്തിക്കുമ്പോ എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നു. അല്ല ദുനിയാവിൽ എന്ത് തരുമ്പോഴും അവർക്ക് പേടിയാ. ആഖിറത്തിൽ അല്ല തരാൻ ഉദ്ദേശിച്ചത് പടച്ചോൻ ദുനിയാവ് തന്നു തീർക്കാണോന്ന്, ഇതിനെപ്പറ്റിയൊക്കെ അള്ളാനോട് മറുപടി പറയേണ്ടി വരുമല്ലോ എന്നുള്ള പേടി. ആ പേടി കൊണ്ട് തന്നെ അവർക്ക് എന്ത് കൂടുതൽ കിട്ടുമ്പോഴും അവർ കരയും. മദീനത്തെ പള്ളിയിൽ വന്ന് പൊട്ടി പൊട്ടി കരയും. ഇസ്ലാമിക ലോകത്ത് ഏറ്റവും വലിയ പീഡനം നേരിട്ട ഒരു വ്യക്തിയായിരുന്നു ഖുബൈബ് റളിയല്ലാഹു അൻഹു. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ പീഡിപ്പിച്ചത് ഇസ്ലാമിക ചരിത്രം പറയുന്നുണ്ട്. ചുട്ടുപഴിപ്പിച്ച ഇരുമ്പിന്റെ പരവതാനിയിൽ ഖുബൈബിനെ യജമാനൻ പിടിച്ചു കെട്ടും. എന്നിട്ട് അദ്ദേഹത്തിന്റെ പുറം ഒന്നടങ്കം പൊള്ളിച്ചു കളയും. വീണ്ടും ദേഷ്യം മാറാത്ത യജമാനൻ വിറകുകൊള്ളിയെടുത്ത് ഖുബൈബിന്റെ പുറത്തിങ്ങനെ കുത്തുമ്പോ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ പൊട്ടിക്കരച്ചിൽ കേട്ട് അവിടെയുള്ള ആടുകൾ പോലും സങ്കടപ്പെട്ടിരുന്നു എന്നാ ഇസ്ലാമിക ചരിത്രം. ആ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അതിന്റെ പേരിലായിരുന്നു പീഡനം. യജമാനൻ ചോദിച്ച വില കൊടുത്ത് സിദ്ദീഖുൽ അക്ബർ അദ്ദേഹത്തെ മോചിപ്പിച്ചു. പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും ഉമർ റളിയല്ലാഹു അൻഹു ആരും അറിയാതെ ഖുബൈബിനെ ഒന്ന് കാണാൻ പോവും. എന്തിനാ? ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ഇങ്ങനെ തിരിച്ചു നിർത്തി ഖുബൈബിന്റെ വസ്ത്രം ഇങ്ങനെ പൊക്കി ആ പുറന്നിങ്ങനെ കാണും. ഉമർ നിന്ന് കരയും. സഹാബത്ത് ചോദിച്ചു, ഉമറെ എന്തിനാ കരയുന്നത്? ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ വെറും തൊലിയില്ലാത്ത അസ്ഥിക്കൂടമായ പുറം മുതുക് കണ്ട് കണ്ണുനീരോട് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ ദുനിയാവിൽ ഒന്നും സഹിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത് ഖുബൈബിന്റെ മുതുക് കാണുമ്പോഴാ. മരിക്കുന്നത് വരെ ഉമർ റളിയല്ലാഹു അൻഹു ഖുബൈബിനെ ഇടക്ക് കൂട്ടിക്കൊണ്ടുപോയി സ്വയം കരയായിരുന്നു എന്നാ. ആ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന് ഏകദേശം വാർദ്ധക്യത്തിലെത്തിയപ്പോ ഒരു കച്ചവടം തുടങ്ങി മക്കയില്. വമ്പിച്ച ലാഭം. നമ്മളൊക്കെ ഇന്ന് പറയാറില്ലേ, വലിയ നല്ല കയ്യാന്ന് പറയുന്നത് പോലെ തൊട്ടതൊക്കെ കച്ചവടം. സഹാബത്ത് പറയാൻ തുടങ്ങി, ഖുബൈബിന്റെ കാല് വെച്ച് കുത്തിയാ മതി, ആ കല്ലിന്റെ അടിയിൽ സ്വർണ്ണം ഉണ്ടാകും. അത്ര ബർക്കത്ത്. സമ്പത്തുകൾ കുമിഞ്ഞുകൂടാൻ തുടങ്ങി. പലരും അസൂയപ്പെടാൻ തുടങ്ങി. പിന്നീട് ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു നോക്കുമ്പോ കാണുന്നത് മദീന പള്ളിയുടെ 1-ാമത്തെ സഫിൽ വന്നിരുന്ന് ഖുബൈബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ കരയാ. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തേ ഖുബൈബ്? അദ്ദേഹം പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, കച്ചവടം വലിയ ലാഭത്തിലാ, ഓരോ ദിവസവും എനിക്ക് വലിയ ലാഭം കിട്ടുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, സന്തോഷിക്കണ്ടേ ഖുബൈബേ? ഖുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല ഉമറെ, എനിക്ക് പേടിയാ തോന്നുന്നത്. എന്തിന് ഖുബൈബ്? ഇസ്ലാമിന് വേണ്ടി പലതും ഞാൻ സഹിച്ചിട്ടുണ്ട്, പലപ്പോഴും ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട്. എന്റെ മുതുക് എന്റെ ശത്രുക്കൾ പൊള്ളിക്കുന്ന സമയത്ത് പോലും ഞാൻ ഒരു തരി സങ്കടപ്പെട്ടിട്ടില്ല. കാരണം ഇതൊക്കെ ഞാൻ സഹിച്ചത് എനിക്ക് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരു ഇടം കിട്ടാനാ. പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നു ഉമറെ, അള്ളാഹു സ്വർഗത്തിൽ തരാൻ ഉദ്ദേശിച്ചത് ദുനിയാവിൽ ലാഭമായിട്ടും ദുനിയാവായിട്ടും അള്ള തന്നു തീർക്കുകയാണോ എന്നെനിക്കൊരു പേടി തോന്നുന്നുണ്ട് ഉമറെ. അതുകൊണ്ട് എനിക്ക് എന്റെ കച്ചവടം വേണ്ട ഉമർ, എനിക്ക് ലാഭവും വേണ്ട ഉമർ,
എനിക്ക് അന്നത്തേക്ക് കഴിയാനുള്ളത് മാത്രം മതി ഉമർ എന്ന് കണ്ണുനീരോടെ പറയുന്നുണ്ടെങ്കിൽ അവരങ്ങനെ ആ ദുനിയാവിനെ കണ്ട് ഏത് നിമിഷവും തിരിച്ചു പോകാനുള്ളൊരിടം. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഡോക്ടർമാര് പറയാതെ തന്നെ നമ്മൾ ചിന്തിച്ചെടുക്കുന്ന ഒരു ലോകം, അള്ളാഹുവിന്റെ ദുനിയാവ്. ആ ദുനിയാവിനെ പറ്റിയ അള്ളാഹ് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതും വല്ലാഖിറത്തു ഖൈറും വഅബ്ഖാ ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ. അവരിൽ പലരും ദുനിയാവിനാ പ്രാധാന്യം കൊടുക്കുന്നത്. അല്ലേ, ഒന്ന് ചിന്തിച്ചു നോക്കി. ഈ ദുനിയാവിലെ ഈ കാലഘട്ടത്തിന്റെ ഇടക്ക് നമ്മൾ എന്തൊക്കെ സമ്പാദിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ അരികിലേക്ക്. അതുകൊണ്ടാ മുൻഗാമികളായ ഉലമാക്കൾ ഒരു കവിതയിലൂടെ പാടി പറഞ്ഞതും വലത്തുക ഉമ്മുക യബ്ന ആദമ ബാക്കിയ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ ഫഅമൽ ബിനഫ്സിക ഇദാ തകുൻ ബകാ ഫി യൗമി മൗതിക ലാഹികൻ മസ്റൂറാ. വലത്തുക ഉമ്മുക യബ്ന ആദം, ആദമിന്റെ മക്കളെ, നിങ്ങളെ ഉമ്മ നിങ്ങളെ പ്രസവിച്ചത് ബാക്കിയ കരയുന്നവനായിക്കൊണ്ട. ജനിച്ച കുട്ടി കരഞ്ഞിട്ടില്ലെങ്കിൽ ആശുപത്രി മൂകമാകും. ജനിച്ച കുട്ടി കരഞ്ഞിട്ടില്ലെങ്കിൽ ഡോക്ടർമാര് വെപ്രാളപ്പെടും. ജനിച്ച കുട്ടി കരഞ്ഞിട്ടില്ലെങ്കിൽ കുടുംബക്കാര് കരയും. അങ്ങനെ കരയുന്നവനായിക്കൊണ്ടാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ, അന്ന് നിങ്ങളെ ചുറ്റും കൂടി നിൽക്കുന്നവരൊക്കെ ചിരിച്ചതാ. നിങ്ങളെ കരച്ചിൽ കണ്ട് കൂടി നിന്നവർ ചിരിച്ചത് അന്നാ. എങ്കിൽ നിന്റെ ചുറ്റും ചിരിച്ചവരൊക്കെ കരയുന്ന ഒരു ദിനം വരാനുണ്ട്. നെഞ്ചു പൊട്ടി അവർ കരയുന്ന ഒരു നിമിഷം വരാനുണ്ട്. അന്ന് അവർക്ക് നടുവിൽ ഒന്നും അറിയാത്തവനെ പോലെ നിശബ്ദനായി കിടക്കേണ്ടവനാ നീ. അന്ന് നിനക്ക് മനസ്സമാധാനത്തോടെ പുഞ്ചിരിച്ച് പടച്ചോന്റെ അടുത്തേക്ക് പോണെങ്കിൽ നിനക്ക് നീ അധ്വാനിച്ചു തുടങ്ങണം ദുനിയാവിൽ. ഈ ദുനിയാവ് ഒരു വഞ്ചനയുടെ ലോകമാ. നിനക്ക് നീ അധ്വാനിച്ചു തുടങ്ങണം. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, നമ്മളെ നാടും കുടുംബവും രക്ഷപ്പെടണമെങ്കിൽ ഈ ഒരു ചിന്ത നമ്മളെ മക്കളുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. നമ്മളെ മക്കൾക്ക് അറിയിച്ചു കൊടുക്കാൻ പറ്റണം. കാരണം ഇന്നത്തെ തലമുറ എല്ലാവരും മോശമാ എന്ന് ചിന്തിക്കരുത് കേട്ടോ. അങ്ങേയറ്റം നല്ല കഴിവുള്ള മക്കളാ. നമ്മൾ ചിന്തിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാൻ പാകപ്പെട്ട മനസ്സാ. അതുകൊണ്ടാ കേരളം പ്രളയത്തിൽപ്പെട്ടപ്പോ നമ്മളൊക്കെ വീട്ടിലെ TV കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് കിട്ടിയതെല്ലാം നുള്ളിപ്പറിക്ക് വാഹനത്തിൽ തൂങ്ങിപ്പിടിച്ച് വയനാടിന്റെ ചുരം കയറി മണ്ണ് വാരിയത് ഈ യുവാക്കളാ, ഈ ചെറുപ്പക്കാരും മക്കളുമാ. ഇപ്പോഴും കോഴിക്കോടിന്റെയും കണ്ണൂരിന്റെയും വേണ്ട കൊയിലാണ്ടിയുടെയും ഹോസ്പിറ്റലുകളിൽ ഒരു നേരത്തെ ബ്ലഡ് കൊടുക്കാൻ വേണ്ടി കൈകിന്റെ ഞരമ്പുകൾ കാണിച്ചു കൊടുത്ത് ആരുമറിയാതെ ഇറങ്ങിപ്പോരുന്നവരും ചെറുപ്പക്കാരാ. ന്യൂ ജനറേഷനെ ആക്ഷേപിച്ചു അല്ലെങ്കിൽ അവരൊക്കെ മോശക്കാരി എന്ന് ചിന്തിക്കണ്ട. പാകാൻ അല്ലെങ്കിൽ മാറാൻ പാകപ്പെട്ട മനസ്സോടുകൂടി അവര് ജീവിക്കാൻ ആഗ്രഹിച്ച് കാത്തിരിക്കുമ്പോ അവർക്ക് കൃത്യമായ ദിശാബോധം കൊടുക്കുന്നിടത്ത് രക്ഷിതാക്കൾ പരാജയപ്പെട്ടു പലരും. ഒന്ന് ചിന്തിച്ചു നോക്കൂ. കഴിഞ്ഞ ഒരാഴ്ചന്റെ ഇടയ്ക്ക് ഒരു അരമണിക്കൂർ മക്കളെടുത്തിരുന്നവർ എത്ര പേരുണ്ട്? പ്രവാസ ലോകത്തു നിന്നും നാട്ടിലേക്ക് ഫോൺ വിളിക്കുമ്പോൾ മക്കളോട് മാത്രം ഒരു 20 മിനിറ്റ് 10 മിനിറ്റ് സംസാരിക്കുന്ന എത്ര രക്ഷിതാക്കളുണ്ട്? മകന്റെ യാത്രയെക്കുറിച്ചും വാഹനത്തെക്കുറിച്ചും അവന്റെ കൂട്ടുബന്ധങ്ങളെക്കുറിച്ചും ഇരുന്ന് സൗഹൃദത്തോടുകൂടി സംസാരിക്കുന്ന എത്ര പേരൻസ് ഉണ്ട്? ഞാൻ ആക്ഷേപിക്കല്ലോ, ചിന്തിച്ചു നോക്കണം. കാരണം ചെലവാക്കലും തിന്നാൻ കൊടുക്കലും അധ്വാനിക്കലും മാത്രമാ ജീവിതം എന്ന് തെറ്റിദ്ധരിക്കല്ലേ. അമ്മാനെ വെട്ടിക്കൊന്ന ചെറുപ്പക്കാരനെ പോലീസ് കയ്യാമം വെച്ച് കൊണ്ടുപോകുമ്പോൾ റിപ്പോർട്ടർമാർക്ക് നേരെ ഫ്ലൈയിങ് കിസ് കൊടുത്ത ആ ചെറുപ്പക്കാരൻ പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ ഈ അവസ്ഥക്ക് നിങ്ങളും കാരണക്കാരാ. 2ാം വയസ്സിൽ വാപ്പ ഉപേക്ഷിച്ച് പിന്നീട് നോക്കാൻ ആളില്ലാതെ ജീവിച്ചിരുന്ന എന്നെ പറ്റി നിങ്ങൾ ചിന്തിച്ചിരുന്നോ? ഒരു പിതാവിന്റെ സ്നേഹം തന്നിരുന്നോ? ഒരു കുടുംബത്തോട് കാണിക്കേണ്ടത് വെറും കിറ്റുകളിലും ഭക്ഷണത്തിലും മാത്രം ഒതുക്കാതെ ചേർത്ത് പിടിച്ച് എനിക്ക് ആരൊക്കെയോ ഉണ്ട് എന്ന് തോന്നിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ചെറുപ്പക്കാരൻ ചോദിക്കുന്നുണ്ടെങ്കിൽ നാളെ നമ്മളെ വീട്ടിലും അതന്നെയാ മക്കൾ ചോദിക്കാൻ ഒരുങ്ങുന്നത്. പാപ്പാക്കിന് ഓർമ്മ ഉണ്ടായിരുന്നോ? ഉമ്മാക്കിന്ന പരിഗണന ഉണ്ടായിരുന്നോ? ഞാൻ എന്റെ സങ്കടങ്ങളും എന്റെ ബുദ്ധിമുട്ടുകളും പറയുമ്പം അത് കേൾക്കാനിരുന്നോ? എന്റെ മുഖഭാവം മാറുന്നതിന്റെ വാപ്പ അറിഞ്ഞിരുന്നോ? ഉമ്മ അറിഞ്ഞിരുന്നോ? അറിയാൻ പറ്റുന്നില്ല പലർക്കും. അത് തിരിച്ചറിവോട് കൂടി ചേർത്ത് നിർത്താൻ ഇന്ന് രക്ഷിതാക്കൾക്ക് എല്ലാവരും അത്തരക്കാര് എന്ന് ഞാൻ പറയുന്നില്ല. കാരണം നല്ല ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ പ്രായത്തിലെ കുട്ടികളാ ഇന്ന് ഏറ്റവും വലിയ ഭീകരത കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ടാ?
മദ്രസ വിദ്യാഭ്യാസ ഘട്ടത്തോടുകൂടി പലരുടെയും ദീനീ വിദ്യാഭ്യാസം അവസാനിച്ചു. പല വാപ്പാരുമാരും പറയും 7 കൊയിലാണ്ടി മദ്രസയിൽ പോയിട്ടുണ്ട് എന്ന്. 7ാം വയസ്സ് വരെ അല്ലെങ്കിൽ 7ാം ക്ലാസ് വരെ എന്ന് പറയുമ്പം അവന്റെ ജീവിതത്തിലെ 13 വയസ്സാ അല്ലെങ്കിൽ 12 വയസ്സാ അവന്റെ കുട്ടിത്വ പ്രായ. ആ പ്രായത്തിന്റെ അപ്പുറത്തേക്ക് അവന് തുടങ്ങുന്നത് ടീനേജ് പ്രായ. ആ ടീനേജ് പ്രായത്തെ ചരിത്രം പറയുന്നത് 13, 14, 15, 16, 17, 18, 19 ടീനേജ് പ്രായം. ആ പ്രായത്തിൽ മക്കളുടെ മനസ്സ് വളരും, വികാരം വളരും. 10ാം ക്ലാസ് വരെ നല്ല മോനായിരുന്നു, ഇപ്പോഴോ ഒരു കൊല്ലായിട്ടില്ല, ലഗാനില്ലാത്ത പോക്ക. 10ാം ക്ലാസ് വരെ എന്റെ കുട്ടീനോട് മിണ്ടാറില്ലായിരുന്നു, ഇപ്പൊ ഞാൻ എന്തു പറഞ്ഞതിനും തർക്കുത്തര. ടീനേജ് പ്രായ. ആ പ്രായത്തെ പറ്റി ലോകത്തിന്റെ ഹബീബായ നബി തങ്ങൾ വരെ പറഞ്ഞു, അശാബു ശൗബത്തു മിനൽ ജുനൂൻ, അതൊരു ഭ്രാന്തമായ ലോകമാ. എന്തിനോടും മോഹം തോന്നും, എന്തിനോടും ആകർഷണം തോന്നും. ഹീറോയാവാൻ, വാപ്പയാവാൻ സ്വയം വേഷം കെട്ടും. അവന് തോന്നും ചുണ്ടിലെരിയുന്ന സിഗരറ്റ് അവന്റെ ഹീറോയിസമാണെന്ന്. അതല്ലേ മീഡിയകൾ കുത്തിവെച്ചതും, ആ പ്രായത്തിലല്ലേ മക്കളെ സ്വാധീനിച്ചതും. കഴിഞ്ഞ 8 വർഷങ്ങൾക്ക് ഇങ്ങോട്ട് കേരളം അനുഭവിച്ചത് മുഴുവനും ലിബറൽ മനോഭാവങ്ങളാ, ലിബറൽ ചിന്തകളാ. പരസ്പരം ബന്ധങ്ങളെ അകറ്റുന്നതോടൊപ്പം ഏത് ബന്ധത്തിനും പെണ്ണിനെ ആലോചിക്കാമോ എന്നുള്ള മാനസികാവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ടെത്തിക്കാൻ ലിബറലുകൾക്ക് പറ്റി. ജീവിതത്തിന്റെ ആസ്വാദനം എന്നാൽ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കലാണെന്ന് മക്കളെ മനസ്സിൽ അവർ കുത്തിവെച്ചപ്പോ അവരാദ്യം ആ കുത്തിവെക്കാൻ വേണ്ടി ഉപയോഗിച്ചത് മതനിരാസതയും നിഷേധവും യുക്തിവാദവുമായിരുന്നു. ആ യുക്തിവാദം മനസ്സിലേക്ക് കുത്തിവെച്ച പിന്നെന്താ എളുപ്പം? എല്ലാം ലിബറലാവും. എന്തുകൊണ്ടാ ഞാൻ കള്ളു കുടിക്കാത്ത? എന്റെ മതം എന്നെ വിരോധിച്ചു. വാപ്പ വിരോധിച്ചതുകൊണ്ടല്ല, കുടിച്ചാ പൊരേക്കേറ്റൂലെന്ന് വാപ്പ പറഞ്ഞതുകൊണ്ടല്ല. എന്റെ മതം എന്നെ വിരോധിച്ചു. എന്തുകൊണ്ടാ ഞാൻ പെണ്ണ് പിടിക്കാത്ത? എന്റെ മതം എന്നെ വിരോധിച്ചു. എന്തുകൊണ്ടാ ഞാൻ നല്ലൊരു മനുഷ്യനായി ജീവിക്കണം ആഗ്രഹിക്കുന്നത്? എന്റെ മതം എന്നെ പഠിപ്പിച്ചു. ശരി, ആ മതത്തെ ഞാൻ അങ്ങോട്ട് ഒഴിവാക്കി. ലിബറലുകളുടെ വാക്ക് കേട്ട് മതമൊക്കെ പ്രശ്നമാണ്, മതമാണ് പ്രശ്നം, അതുകൊണ്ട് ഒരു മതത്തിന്റെ ചട്ടക്കൂട് വേണ്ട. പെണ്ണെ നിന്റെ പർദ്ദ മതത്തിന്റെ ചട്ടക്കൂടാണ്, പെണ്ണെ നിന്റെ മുഖം പർദ്ദ അല്ലെങ്കിൽ വസ്ത്രം അതൊക്കെ ചട്ടക്കൂടാണ്, പൊട്ടിച്ചെറിയണം. ക്യാമ്പസുകളിലേക്ക് ലിബറലുകൾ കയറി. ശരി, ഞാൻ പൊട്ടിച്ചെറിഞ്ഞാൽ പിന്നെ എനിക്ക് കുടിക്കാം, എനിക്ക് മതല്ല. എനിക്ക് വ്യഭിചരിക്കാം, എനിക്ക് മതല്ല. എനിക്ക് ഏത് കോലത്തിലുള്ള വസ്ത്രം ധരിക്കാം, ഹാഫ് സ്ലീവ് ഇടാം, ലെഗിൻസ് ഇടാം, ഇനി ആണിൻ്റെത് പെണ്ണിനിടാം, പെണ്ണിൻ്റെത് ആണിനിടാം, എനിക്ക് മതല്ല. ആ മതമില്ലായ്മയിലേക്ക് മക്കളെ കൂട്ടിക്കൊണ്ടുപോകാൻ അവർ കണ്ടെത്തിയത് മീഡിയകളായിരുന്നു. 15 സെക്കൻഡിന്റെ റീലുകളിലൂടെ മക്കളെ ഇൻഡിവിജ്വൽ അറ്റൻഷനിൽ നിന്നും മാറ്റാൻ അവർക്ക് സാധിച്ചു. അതുകൊണ്ടാ 15 മിനിറ്റിന്റെ ഇടക്ക് 30 മിനിറ്റ് ആയി പോയ മക്കൾക്ക് കാണാൻ 15 സെക്കൻഡിന്റെ ഇടക്ക് 30 സെക്കൻഡിലേക്ക് എത്തിയ കാണാൻ മനസ്സ് അറ്റൻഷൻ ആവുന്നില്ല. ഈ പോക്ക് വലിയ അപകടത്തിലേക്കാ. നമ്മളിപ്പോഴും വയലും പറഞ്ഞിട്ട് ഇങ്ങനെ ചിന്തിച്ച് ഒരു കുഴപ്പമില്ല, എല്ലാം സമ്പാദിച്ചു കൊടുക്കലുണ്ട് എന്നുള്ളതല്ല. ചേർത്ത് പിടിച്ചും ചേർത്ത് നിർത്തിയും മക്കളെ അള്ളാഹുവിന്റെ പരലോകത്തിന് വേണ്ടി ഒരുക്കാൻ പറ്റണം. അവർക്ക് അറിയിച്ചു കൊടുക്കണം ദുനിയാവ് നശ്വരമാണെന്ന്, കാത്തിരിക്കുന്ന ഒരു ലോകം അവരെ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന്. ആ ബോധം മക്കളെ ഹൃദയത്തിൽ മരണാനന്തര ലോകത്തെക്കുറിച്ചുള്ള ഒരു ബോധത്തിലേക്ക് ആ മക്കളെ കൈപിടിക്കാൻ സാധിക്കണം, അറിയിച്ചു കൊടുക്കാൻ പറ്റണം. ഓരോന്നിന്റെ വരും വരായികകളും അതിന്റെ ദൂഷ്യങ്ങളെയും കുറിച്ച്. എന്നിട്ട് അവരുടെ ഹൃദയത്തിൽ നാഥനെ കുറിച്ച്, റബ്ബിനെ കുറിച്ചുള്ള ഒരു വലിയ ബോധം അവരെ ഹൃദയത്തിൽ സ്ഥാപിക്കാൻ പറ്റണം. ഇന്ന് ഞാൻ പറയാറുണ്ട്, പലപ്പോഴും പല കുടുംബത്തിലെയും വാപ്പാർക്ക് തൗഹീദ് ഉണ്ട്, മക്കൾക്കില്ല. വാപ്പ നല്ല മുവഹിദീങ്ങളായ കുടുംബ, മക്കൾക്ക് ആ തൗഹീദ് ഇല്ല. കാരണം തൗഹീദ് നഷ്ടപ്പെടുത്തുന്ന മനോഭാവത്തിലേക്ക് കാലഘട്ടം എത്തി. ഇരുട്ടുള്ള രാത്രിയിൽ കറുത്തു പാറത്തു മുകളിലൂടെ കറുത്ത ഉറുമ്പരിച്ചു വരുന്നത് പോലെ വിശ്വാസത്തിൽ അബദ്ധങ്ങളിലേക്ക് എത്തി. സ്വന്തം വിശ്വാസത്തെ കുറിച്ച് പോലും കൃത്യമായി പറയാൻ അറിയുന്ന ഒരു രീതിയിലേക്ക് നമ്മളെ മക്കളും തലമുറകളും മാറുന്ന അവസ്ഥ ഇല്ലാതായി. അതുകൊണ്ടാ മുഖ്യധാര കേരളത്തിൽ ഒരു മുസ്ലിം കോളേജിൽ ചെന്ന് ചില പത്രക്കാർ ചോദിച്ചു, ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് വരുന്നുണ്ട്, നിങ്ങളുടെ അഭിപ്രായം എന്താ? പെൺകുട്ടികൾ തട്ടമിട്ട പർദ്ദയിട്ട മക്കൾ പറഞ്ഞു, ഒരുമിച്ച് കത്തിക്കലല്ലേ, എന്താ പ്രശ്നം? കത്തിക്കട്ടെ, പിന്നെ ഒരു പ്രശ്നമില്ലല്ലോ. ആ മക്കൾക്ക് അറിയൂല, ജനിപ്പിച്ച വാപ്പാന്റെ മയ്യത്ത് കുളിപ്പിച്ച് ആ വാപ്പാനെ അള്ളാനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോ പള്ളിയുടെ 1ാമത്തെ തെഫിൽ കൊണ്ടുവച്ച് ഹൃദയം നുറങ്ങുന്ന പ്രാർത്ഥനയോടെ വാപ്പാക്ക് വേണ്ടി പ്രാർത്ഥിച്ച് തോളിലെടുത്ത വാപ്പാനെ 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ച് 3 പിടി മണ്ണ് വാരിയിട്ട് പടച്ചോനെ ഇനി ഏറ്റെടുക്കണ എന്റെ വാപ്പാനെ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആഴ്ചയിലും മാസത്തിലും പള്ളിയിലെത്തുമ്പോൾ വാപ്പാന്റെ കബറും പുറത്തുപോയി, ഉമ്മാന്റെ കബറും പുറത്തുപോയി ഒന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന മനസ്സിന്റെ ഈമാൻ ഇന്നത്തെ മക്കൾക്ക് കിട്ടുന്നില്ലെങ്കിൽ രക്ഷിതാക്കളെ നമ്മളും കുറ്റവാളികളാ. അറിയിച്ചു കൊടുക്കുന്നിടത്ത് അതറിയിച്ചു കൊടുക്കാൻ ഇവിടെ എന്തൊക്കെ മാർഗങ്ങൾ വന്നു.
കണ്ടിന്യൂസ് റിലീജിയസ് എഡ്യൂക്കേഷൻ, കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന MSM, ഓരോ മക്കളെയും ക്യാമ്പസുകളിൽ നിന്ന് നന്മയുടെ കൈപിടിക്കുന്നവർ, പേനക്കത്തികൊണ്ട് സഹോദരന്റെ മാറിൽ ചിത്രം വരയ്ക്കുന്ന രാഷ്ട്രീയക്കാരന്റെ പാർട്ടിയോ ജീവിത രീതിയോ അല്ല ഇന്നതാ മക്കളെ പഠിപ്പിക്കുന്നത്. ഞാൻ പറയാറുണ്ട്, ഈ അടുത്തിറങ്ങിയ സിനിമാ പാട്ടുകളൊക്കെ ഒന്ന് നോക്കിങ്ങൾ. മക്കള് എപ്പോഴും നാവിൽ ചൊല്ലുന്നത് ഒരു ആയത്തോതിയിട്ടില്ലെങ്കിലും അവർ ഓതുന്നത്, ഞാൻ ആക്ഷേപിക്കുകയും കുറ്റം പറയല്ലോ, എത്രമാത്രം അവർ സ്വാധീനിക്കപ്പെടുന്നു എന്നുള്ളതാ. മാതാപിതാക്കളെ മാപ്പ്, ഇനി അങ്ങോട്ട് തന്നിഷ്ട പോക്ക്, ഉന്നം മറന്നൊരു പോക്ക്, ഉപദേശമോ മതിയാക്ക്, കട്ട ചോര കൊണ്ടടിക്കും ചോര സർവത്ത്. വയലൻസിനെ പ്രേമിക്കുന്നൊരു യൗവനം, വയലൻസിനെ ഇഷ്ടപ്പെടുന്ന ഒരു കൗമാരം. കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ ഒരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ വന്ന ഒരു യൂട്യൂബറുടെ ക്വാളിറ്റി എന്തായിരുന്നു? ഭക്ഷണം ആമാശയത്തിന് പകരം അടിവസ്ത്രം പൊക്കി ആസന്നത്തിലിടും. എന്തിനും ദ്വയാർത്ഥം പറയും, കുടുംബത്തോട് ദ്വയാർത്ഥ ചോദ്യം ചോദിക്കും. വലിയ യൂട്യൂബ് വ്ളോഗറാ. ഉദ്ഘാടനം ചെയ്യാമെന്ന് റോഡ് ബ്ലോക്കായി. ആരെ കൊണ്ട്? 8 മുതൽ 13 വയസ്സ് വരെയുള്ള കുട്ടികളെ കൊണ്ട്. അവസാനം യൂട്യൂബറെ തിരിച്ചയക്കാൻ പോലീസ് ഒരുങ്ങിയപ്പം ഈ 8 വയസ്സുള്ളവനും 12 വയസ്സുകാരനും പോലീസിനോട് പറഞ്ഞു, ഞങ്ങളെ യൂട്യൂബറെ തിരിച്ചയച്ച കേരളം ഞങ്ങൾ കത്തിക്കും. വയലൻസിനെ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഇവിടെയൊക്കെ ആ മക്കളുടെ ഹൃദയത്തിലേക്ക് അറിയിച്ചു കൊടുക്കാൻ പറ്റണം അള്ളാഹുവിന്റെ മഹത്വത്തെക്കുറിച്ച്, അള്ളാഹുവിന്റെ ഈ ലോകത്ത് അള്ള സ്നേഹിക്കുന്ന സ്നേഹത്തെക്കുറിച്ച്, റബ്ബ് നമ്മളോട് കാണിക്കുന്ന കാരുണ്യത്തെക്കുറിച്ച്. കഴിക്കുന്ന ഭക്ഷണത്തിന്റെ മുൻപിൽ വെച്ച് സഹാബാക്കൾ ഓർമ്മപ്പെടുത്തി, മോനെ, കഴിക്കുന്നത് സസ്യമായാലും മാംസമായാലും ദഹിപ്പിക്കുന്ന ഒരു ആമാശയം തന്നവനാണ് നിന്റെ റബ്ബ്. ലോകത്ത് നിന്നെ ആര് സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നിന്നെ സ്നേഹിക്കുന്ന റബ്ബ്. 12 ഞരമ്പുകളാൽ നിന്റെ കണ്ണിന് വർണ്ണ വിസ്മയം കൊടുത്ത റബ്ബ്. ലോകത്തൊരു മിക്സിയേക്കാൾ എളുപ്പത്തിൽ സാധനങ്ങൾ അരച്ചു കളയാൻ പറ്റുന്ന 32 തേറ്റകൾ കൊണ്ട് മനുഷ്യന്റെ ഭക്ഷണ സ്വാതന്ത്ര്യത്തെ കൃത്യമായി ചലിപ്പിക്കുന്ന നിന്റെ റബ്ബ്. എല്ലില്ലാത്ത നാവിനെ കൊണ്ട് സംസാരിക്കാനും എല്ലില്ലാത്ത ചുണ്ടുകളെ കൊണ്ട് ആശയവിനിമയം നടത്താനും മനുഷ്യന്റെ കൈകാലുകളെ കൊണ്ട് ഈ ലോകത്തെ നിയന്ത്രിക്കാൻ പോലും മനുഷ്യനേക്കാൾ 10,000 മടങ്ങ് ശക്തിയുള്ള വസ്തുക്കളെ പോലും ഒരു ചുണ്ടുവിരൽ കൊണ്ട് നിയന്ത്രിക്കാനും പറ്റുന്ന ഒരാദരവ് അള്ളാഹു തന്നിട്ടുണ്ടെങ്കിൽ ആ അള്ളാഹിനെ സ്നേഹിക്കണം, ആ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ട് കാണണം, ആ റബ്ബിനെ ഹൃദയത്തോട് ചേർക്കണം, ആ റബ്ബിന് കൊടുക്കേണ്ട ശുക്റും നന്ദിയും ജീവിതം കൊണ്ട് തിരിച്ചു കൊടുക്കാൻ പറ്റണം. ഞാൻ ദീർഘിപ്പിക്കുകയല്ല. ഇനി അതേയുള്ളൂ മാർഗം. നമ്മളെ ദുനിയാവിലേക്ക് ആസക്തിപ്പെട്ട് പരക്കം പായുന്ന സമൂഹത്തെ രക്ഷപ്പെടുത്താൻ അതേയുള്ളൂ ഇനി മാർഗം. നമ്മളൊക്കെ പറയാറില്ലേ, കൊന്നവനും കൊല്ലിച്ചവരുമൊക്കെ ആസ്വദിച്ച് ഈ ലോകത്ത് ജീവിക്കുമ്പോ, അതല്ലെങ്കിൽ ബ്രൗൺ ഷുഗറും കഞ്ചാവും ഉണ്ടെന്ന ബോധ്യത്തോടുകൂടി അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടവർ പിടിപാടുള്ളവരായതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത പോലീസുകാരൻ സസ്പെൻഷനിലാവുമ്പോ, നഞ്ചക്കുകൊണ്ട് തലതല്ലിപ്പൊളിച്ചവനും പരീക്ഷ എഴുതുന്ന സംരക്ഷണത്തിലേക്ക് നീതികൂടം മാറുന്നുണ്ടെങ്കിൽ ഇനി ഒരൊറ്റ പ്രതീക്ഷയുള്ളൂ, അദ്ഉ ഇലല്ലാഹ്, പടച്ചോനോട് പ്രാർത്ഥിക്കുക. അല്ലാഹു ഖൈറുൽ മാക്കിരീൻ, അവനാ തന്ത്രശാലി, ലോകത്തെന്തിന്റെക്കാളും വലിയ തന്ത്രശാലി. ആ തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തുകയും ഈ ദുനിയാവ് തിരിച്ചു പോകുമ്പോ, ഏത് നിമിഷവും അള്ള തിരിച്ചു വിളിക്കുമ്പോ, ഈ ദുനിയാവിൽ നല്ലൊരു കുടുംബമായി നല്ലൊരു മനുഷ്യനായി നമുക്ക് ജീവിക്കാൻ സാധിക്കുമ്പോഴാണ് ദുനിയാവ് നമുക്ക് ഉപകാരപ്പെട്ടത്. അല്ലാണ്ട് ആലീസ് മട്ടിൽ കെട്ടിപ്പൊക്കുന്ന കൊട്ടാരങ്ങൾ ഉണ്ടാക്കലും നാട്ടുകാരെ മുൻപിൽ ഒന്ന് വിജയിച്ചു എന്ന് കാണിക്കാൻ ലക്ഷറി കാറ് വാങ്ങലും അല്ലെങ്കിൽ അത്യാവശ്യം ഏത് കോലത്തിലുള്ള ഡ്രസ് ഇട്ട് നടക്കലൊന്നും ദുനിയാവിൽ ജയല്ല. അത് ദുനിയാവിലുള്ള വേഷം കെട്ടലുകൾ മാത്രമാ. കാരണം കോടികൾ സമ്പാദിച്ചവരും പറമ്പ് വാങ്ങിയിട്ടവരും ഇന്ന് വീട്ടിൽ ചെന്ന് മക്കളോട് പറയണം, മക്കള് വാപ്പാനെ കൊയിലാണ്ടി കബർസ്ഥാനിൽ അടക്കരുത് ട്ടോ. പിന്നെ എവിടെ അടക്കേണ്ടതെന്ന് അറിയോ? വാപ്പ വാങ്ങിട്ട് ഒരു 10-15 സെന്റില്ലേ, അതിന്റെ മൂലയില് ഒരു ഭാഗത്തൊരു 6 അടി കുത്തി വാപ്പാൻ അവിടെ കുഴിച്ചിടണം എന്ന് പറഞ്ഞാൽ, മറമാടണം എന്ന് പറഞ്ഞാ മറമാടൂല രക്ഷിതാക്കളെ. നിങ്ങളെ രക്ഷിതാക്കളെ ഒരുത്തനെയും വാപ്പയും മക്കള് എത്രയേറെ ആഭരണങ്ങൾ ഉണ്ടെങ്കിലും ഉമ്മാക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് കൈത്തിലിട്ടിരുന്ന അല്ലെങ്കിൽ കയ്യിലിട്ടിരുന്ന സ്വർണ്ണായിരുന്നു എന്ന് പറയുമ്പോൾ, ഉമ്മ മരിച്ച ഉമ്മാന്റെ കവറിലേക്ക് ആ സ്വർണ്ണം അങ്ങിടണേ എന്ന് പറഞ്ഞാ ഒരു മക്കളും ആ കവറിലേക്ക് സ്വർണ്ണം ഇടൂല. ഇന്ന് ഭാര്യന്റെ കയ്യിലുള്ള സ്വർണം മറ്റേതോ വല്യമ്മാന്റെ കയ്യിലുണ്ടായിരുന്നതാ. ആ വല്യമ്മ മരിച്ചപ്പം കൊയിലാണ്ടി ഏതോ സ്ഥാപനത്തിൽ അവർ കൊണ്ടുപോയി വിറ്റതാ. ആ വിറ്റ സാധനം അവർ തീയിലിട്ട് ഉരുക്കി പുതിയ ഡിസൈൻ ആക്കിയപ്പോ നിങ്ങൾ പെണ്ണുങ്ങളെയും കൂട്ടിക്കൊണ്ടുപോയി വാങ്ങിയതാ. നിങ്ങൾ നാളെ മരിച്ചാലും ആ പെണ്ണിന്റെ ആഭരണം അതേ കടയിൽ കൊണ്ട് കൊടുക്കുമ്പം അവനൊന്ന് സ്റ്റൈല് മാറ്റി വീണ്ടും അവൻ ഡിസ്പ്ലേ വെക്കുമ്പോ ഒരുപക്ഷെ ചെങ്ങോട്ടുകാവിലുള്ളതോ വടകരയിലുള്ളതോ കുടുംബം അത് വാങ്ങിക്കൊണ്ടോയേക്കാം. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. ദുനിയാവിൽ ഒരു അലങ്കാരം മാത്രം, അതൊക്കെ കുറച്ചു കാലം ആസ്വദിക്കാനുണ്ട്.
അതാ ഏറ്റവും വലുത് എന്ന് കരുതി ജീവിക്കരുത്. മറിച്ച് ഏറ്റവും വലുത് തിരിച്ചു പോകുമ്പോ പുഞ്ചിരിയോടെ അള്ളാഹുവിനെ കാണാൻ പറ്റണം. നമ്മൾ ജീവിച്ചിരുന്ന നാടും സമൂഹവും നമ്മളൊരു വലിയ സമ്പാദ്യമായിരുന്നു എന്ന് അവർക്കും നമ്മക്കും തോന്നണം. ഞാൻ എന്റെ കുടുംബത്തിന്റെ ഒരു വലിയ സന്തോഷമായിരുന്നു, സൗഭാഗ്യമായിരുന്നു എന്ന്. ഒരൊറ്റ ചരിത്രം കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കാം. ഇസ്ലാമിക ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു പ്രണയ കാവ്യമാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും ഫാത്തിമ ബീവിയും തമ്മിലുള്ള ജീവിതം. ആ ജീവിതത്തെ പോലെ ഇന്ന് ലോകത്തൊരു റീൽസുകളും ഇല്ലട്ടോ. അത്രക്ക് മനോഹര. ഓരോ സെക്കൻഡും. മരണത്തിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഫാത്തിമ ബീവി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ തലവെച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അങ്ങനെ കിടക്കുമ്പോൾ പെട്ടെന്ന് ഫാത്തിമ ബീവിന്റെ കണ്ണിങ്ങനെ നിറയും. അലി ഇബ്നു അബീ ത്വാലിബ് ചോദിക്കും, എന്തേ ഫാത്തിമ? ഫാത്തിമ ബീവി ചോദിക്കും, അലി, ഞാൻ മരിച്ചാൽ നിങ്ങൾ വേറെ കെട്ടുവോ? ഞാൻ മരിച്ചാൽ നിങ്ങൾ വേറെ കെട്ടുവോ? പെട്ടെന്ന് ചോദ്യം കേട്ട അലി റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പോവും. നിങ്ങൾ ചോദിക്കും, എന്താ ഫാത്തിമ അങ്ങനെ? നിങ്ങൾ പറ അലി, ഞാൻ മരിച്ചാൽ നിങ്ങൾ വേറെ കെട്ടുവോ? അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ കണ്ണീരുമായിട്ടിരിക്കുമ്പോ ഫാത്തിമ ബീവി അലീനെ അങ്ങനെ കവിളിലേക്ക് ചേർത്ത് പിടിച്ചൊരു ഉമ്മ കൊടുത്തിട്ട് പറയും, അലി, നിങ്ങൾ കെട്ടണം, ഞാൻ മരിച്ച നിങ്ങൾ കെട്ടണം. പക്ഷെ കെട്ടുന്നത് നിന്റെ മൂത്ത ജ്യേഷ്ഠത്തി സൈനബയുടെ മകൾ യമാമനെ ആയിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ മകൾ സൈനബ, രണ്ടാമത്തെ റുഖിയ, മൂന്നാമത്തെ ഉമ്മു കുൽസൂം, നാലാമത്തെ ഫാത്തിമ ബീവി. ഈ ഫാത്തിമ ബീവി പറയാണ്, എന്റെ മൂത്ത ഏട്ടത്തി സൈനബ റളിയല്ലാഹു അൻഹാന്റെ മകൾ യമാമ റളിയല്ലാഹു അൻഹാനെ നിങ്ങൾ കെട്ടാവും, വേറെ എവിടെയും പോയി കെട്ടരുത്. അലി ഇബ്നു അബീ ത്വാലിബ് അമ്പരപ്പോടെ ചോദിക്കും, എന്തിന് ഫാത്തിമ? ഫാത്തിമ ബീവി പൊട്ടിക്കരഞ്ഞിട്ട് പറയും, അലി, നിങ്ങളെപ്പോലുള്ള ഒരാളിന്റെ കുടുംബത്തിൽ വേണം അലി. നിങ്ങളെ ഞാൻ വേറൊരു കുടുംബത്തിന് വിട്ടുകൊടുക്കൂല അലി. നിങ്ങളെപ്പോലെ കുടുംബം സ്നേഹിക്കുന്ന, നിങ്ങളെപ്പോലെ മക്കളെ സ്നേഹിക്കുന്ന, നിങ്ങളെപ്പോലെ ആഹാരം സ്നേഹിക്കുന്ന, നിങ്ങളെപ്പോലെ ഭാര്യയെ സ്നേഹിക്കുന്ന, നിങ്ങളെപ്പോലെ സമൂഹത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ പുറത്തു പോകരുത് അലി. നിന്റെ കുടുംബത്തിൽ നല്ലാണ്ട് നിങ്ങൾ വേറെ കെട്ടിയ നിങ്ങൾ ആ കുടുംബത്തിൽ പോകും. എനിക്ക് സൈക്കൂൽ അലി. നിങ്ങളെപ്പോലത്തെ ഒരു നല്ല മനുഷ്യൻ നിന്റെ കുടുംബത്തിൽ വേണം അലി. അലി റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുമ്പോൾ ഫാത്തിമ ബീവിയും പൊട്ടിക്കരഞ്ഞ് അണച്ചുകൂട്ടി പിടിക്കുന്ന. പിന്നീട് ഫാത്തിമ ബീവി ദിവസങ്ങൾക്കുള്ളിൽ മരിച്ചു പോകുന്നുണ്ട്, വഫാത്താകുന്നുണ്ട്. പിന്നീട് അലി റളിയല്ലാഹു അൻഹു വർഷങ്ങൾക്ക് ശേഷം കല്യാണം കഴിക്കുന്നത് ഇതേ യമാമനെ തന്നെ. 2 കല്യാണം അലി ഇബ്നു അബീ ത്വാലിബ് കഴിച്ചിട്ടൊന്ന്, ഫാത്തിമ ബീവി, രണ്ടാമത്തെ യമാമ. ഞാൻ ഈ ചരിത്രം പറയുന്നത് എന്തിനാണെന്നറിയോ? ഫാത്തിമ ബീവി പറയുന്ന ഒരു വാക്കില്ലേ, അലി, നിങ്ങളെപ്പോലെ ഒരാൾ എന്റെ കുടുംബത്തിൽ വേണം അലി. എനിക്ക് എന്റെ കുടുംബത്തിന് കിട്ടിയ ഒരു സൗഭാഗ്യങ്ങൾ. ഇനി നമ്മളൊന്ന് വീട്ടിൽ പോയി ചോദിച്ചു നോക്കി, ഇന്ന് രാത്രി അല്ലേ ഞാൻ മരിച്ചപ്പോ പെണ്ണുങ്ങൾ ചോദിക്കുക നമ്മളോട്, നിങ്ങൾ വേറെ കെട്ടുവോ? നമ്മളിങ്ങനെ മുക്കി മൂളിയൊക്കെ ഇരിക്കുമ്പോൾ തന്നെ ആദ്യം പറയും, കെട്ടിക്കോളി, എന്റെ കുടുംബത്തിൽ നിന്ന് കെട്ടണ്ടേ, നിങ്ങളെ ഞാനോ സഹിക്കേണ്ടി സഹിച്ചു. ഇനി തിരിച്ചു അങ്ങോട്ടാണെങ്കിൽ ആലോചിച്ച് നോക്കി, മനസ്സുകൊണ്ട് ഇങ്ങനെ ആലോചിക്കോളൂ പറയും, നിങ്ങൾ എന്റെ കുടുംബത്തിൽ തന്നെ കെട്ടണം കേട്ടോ, എന്റെ കുടുംബക്കാരെയും എന്നെ കെട്ടണം എന്ന് നമ്മള് മനസ്സുകൊണ്ട് എന്താ ആലോചിക്കാം, എന്നെ തന്നെ കെട്ടിക്കുടുങ്ങി, ഇനിയിപ്പോ എന്റെ കുടുംബത്തിലേക്ക് ഇനിയോ. ഇത് മനുഷ്യന്റെ വ്യക്തിത്വമാണ്, ഒരു മനുഷ്യന്റെ സ്വയം വ്യക്തിത്വമാണ്. അള്ളാന്റെ ഹബീബ് അത്രേ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾക്ക് വില വേണ്ടത് അവനാന്റെ കുടുംബത്തിലാ, നാട്ടിലല്ല, സമൂഹത്തിലല്ല, പദവിയിലും പത്രാസിലും അല്ല. അതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദുനിയാവ് ആഗ്രഹിച്ചതുകൊണ്ടാ, ദുനിയാവിൽ നിങ്ങൾ എന്തോ മായത്ത് പോയതുകൊണ്ടാണ്. നാളെ പടച്ചോന്റെ അടുത്തേക്ക് പോകുമ്പോൾ സ്വന്തം വീട്ടിൽ നിന്ന് ഒരു നല്ല വാക്കും നല്ല സ്വഭാവവും കിട്ടി തിരിച്ചു പോകാൻ പറ്റിയ ഓൻ ആഹാരത്തെ സ്നേഹിച്ചോനാണ്. ദുനിയാവ് നമ്മളെ വഞ്ചിച്ചിട്ടുണ്ടോ അല്ലേ എന്നുള്ളത് നമ്മൾ സ്വയം ചിന്തിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ള എല്ലാ പാപങ്ങളും പുറത്ത് നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ. അതാ മക്കളില്ലാതെ ഒരുപാട് കുടുംബങ്ങൾ പരീക്ഷിക്കപ്പെടുന്നുണ്ട്. മക്കളെന്ന് അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ. ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബേ. ഞങ്ങളിൽ എളുപ്പം ശിഫ നൽകി ആഫിയത്തോടെ ദീർഘായുസ്സോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. അല്ലാഹുവേ, ഗസയിലടക്കം ഏറെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകി ഏറ്റവും വലിയ വിജയത്തിലേക്ക് ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണമേ. നാഥാ, ഈ ദുനിയാവ് വഞ്ചിക്കാത്തവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും നിന്നെ ഇഷ്ടപ്പെടുന്ന നല്ല ഹൃദയത്തിന്റെ ഉടമകളായി ജീവിച്ചു മരിക്കാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. വസല്ലല്ലാഹു അലാ നബീന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.